ഓം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയമാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഗുരുദേവന് കോലത്തുകരയുമായുള്ള അടുത്ത ബന്ധം, അതായത് ശിവഗിരി പോലെ തന്നെ, അത് അരുവിപ്പുറം പോലെ തന്നെ ഗുരുദേവന് കോലത്തുകരയുമായി നല്ല ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ അനുഭവങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെയുള്ള ആളുകൾ, ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും കിട്ടിയ കുറേ അനുഭവങ്ങളാണ്, ഓരോരുത്തരും പറയുന്ന അനുഭവങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ ഇന്ന് ഇവിടെ ഗീതാകുമാരി എന്ന അമ്മയാണ് അവരുടെ അനുഭവം പറയുന്നത്. ഗുരുദേവ അനുഗ്രഹം ലഭിച്ച ഈ ഗീതാകുമാരി അമ്മ നമ്മുടെ ഈ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും കോലത്തുകര നിവാസികളായ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ഓരോ അംഗങ്ങളെയും അവരുടെ അനുഭവങ്ങളും നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാം. ഇപ്പോൾ ഗീതാകുമാരി അമ്മയുടെ അനുഭവമാണ് പറയുന്നത്. കോലത്തുകരയിലെ ഗീതാകുമാരി അമ്മ പറയുന്നത് ഇങ്ങനെയാണ്. കോലത്തുകരയിൽ പിറക്കാനായത് എൻ്റെ മുൻജന്മ സുഹൃതം. ഗുരുദേവ അനുഗ്രഹം സിദ്ധിച്ച് ഗുരുവിൻ്റെ കരപർശമേറ്റ് ഗുരുഭക്തയായ ഗോമതിയുടെ രണ്ടാമത്തെ മകളായി എൻ്റെ ജനനം. പേര് ഗീതാകുമാരി. അദ്വൈതിയായിരിക്കെ തന്നെ ഭൗതികതയുടെ പ്രായോഗിക ജീവിതവും ആത്മീയതയുടെ ജ്ഞാനതലവും ഗുരു നമുക്ക് പകർന്നു തന്നു. ഏതൊരു കുടുംബത്തിനും ഏതൊരാൾക്കും മറ്റ് ആവശ്യങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക സുരക്ഷിതത്വവും. ഇത് ഗുരു സമൂഹത്തിലുടനീളം നടപ്പിലാക്കിയിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യപത്രം എന്ന് ഗീതാകുമാരി അമ്മ പറയുന്നു. തുടർന്നു, എൻ്റെ അച്ഛൻ കുളത്തൂരിലെ ഒരു നെയ്ത്ത് കമ്പനിയിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അത് ഗുരുദേവനാലാണ് തുടങ്ങാൻ കാരണമായത്. ഗുരുദേവൻ കോലത്തുകരയിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതികളിൽ ഒന്നാണ് നെയ്ത്ത് വ്യാപാരം. സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി അവരെ ഉൾപ്പെടുത്തണമെന്നും ഗുരുദേവന്റെ വീക്ഷണത്തിന്റെ ഭാഗമായി സ്ത്രീകളെ നെയ്ത്തു പഠിപ്പിക്കാൻ ഒരു സംരംഭം അവിടെ തുടങ്ങുകയുണ്ടായി. ആദ്യമായി നെയ്ത്തു പഠിക്കാൻ പോയ സ്ത്രീകളിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. നെയ്ത്ത് പഠിച്ചതിനാൽ ആ തൊഴിലുകൊണ്ട് ഞങ്ങളെ വളർത്തി. 60 വയസ്സുവരെ ആ തൊഴിലിൽ വ്യാപൃതയായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ ഗുരുദേവാനുഗ്രഹത്താൽ കൈത്തൊഴിൽ, അതായത് നെയ്ത്ത് പഠിച്ചതിനാൽ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മുന്നോട്ടുള്ള യാത്രയും ഭദ്രമായി എന്ന് ഗീതാകുമാരി അമ്മ പറയുന്നു. തുടർന്നു, ദാരിദ്ര്യം എന്ന മഹാദുഃഖം അകറ്റി സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഈ കർമ്മ പദ്ധതി ഗുരു രൂപകൽപ്പന ചെയ്തത്. ദാരിദ്ര്യമഹാദുഃഖം അണഞ്ഞിടരുതെന്നിൽ, ദൂരത്തകലേണം മതമെന്നും സുജനാനാം, ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം, ശ്രീകോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. വീണ്ടും അമ്മ പറയുന്നുണ്ട്, തൊഴിലില്ലായ്മയാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന്. ഇതിനുള്ള മരുന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നമുക്ക് അനുഗ്രഹിച്ചരുളി. കൃഷി, കൈത്തൊഴിൽ, കച്ചവടം എന്നിങ്ങനെ. ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ ബിരുദവും ബിരുദാന്തര ബിരുദവും കടലാസ് കഷ്ണങ്ങൾ മാത്രമാകുമ്പോൾ മേൽപ്പറഞ്ഞ പതനങ്ങൾ പ്രായോഗികതയുടെ പരവതാനി വിരിച്ച് പുരോഗതിയിലേക്ക് നമ്മെ നയിക്കുന്നു. ഇന്ന് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും മറ്റും എത്രയോ പദ്ധതികൾ, ഇതെല്ലാം ഗുരു നേരത്തെ ഇവിടെ നടപ്പിലാക്കിയവയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും. അങ്ങനെ സമസ്ത മേഖലകളിലും എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് പുരോഗതിയുടെ കൽപ്പടവുകൾ ചവിട്ടിക്കയറണം. വീണ്ടും അമ്മ പറയുകയാണ്, എല്ലാ വർഷവും കോലത്തുകര ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ നൃത്തം, നാടകം, കഥകളി ഇവ നിശ്ചയമായും ഉണ്ടായിരിക്കും. ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് പഠിക്കുന്നതിനാൽ നൃത്തം കാണാൻ സ്ഥിരം പോകും. ഞാനും ആ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇന്നും അവതരിപ്പിച്ചു പോരുന്നു. ചന്ദ്രശേഖർ സാറിൻ്റെ നൃത്തം എല്ലാ വർഷവും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം നൃത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഈ നൃത്തം കളിക്കുന്ന ആളിൻ്റെ അച്ഛനാണ്
പ്രശസ്ത ചിത്രകാരനായ കുഞ്ഞികൃഷ്ണക്കുറുപ്പെന്ന്. ഇപ്പോൾ ഗുരുമന്ദിരത്തിൽ വെച്ചിരിക്കുന്ന ഗുരുദേവ ചിത്രം അദ്ദേഹമാണ് വരച്ചത്. ഗുരുദേവൻ എപ്പോഴും വെള്ളവസ്ത്രം മാത്രമേ ധരിച്ചു കണ്ടിട്ടുള്ളൂ എന്ന് അമ്മ പറയുമായിരുന്നു. ഗുരുദേവനെക്കുറിച്ച് ഒരു താരാട്ടുപാട്ട് അമ്മ പാടുമായിരുന്നു. ഏതാനും വരികൾ ഇവിടെ രേഖപ്പെടുത്തട്ടെ. നല്ല വയൽവാരമെന്ന വീട്ടിൽ മല്ലാക്ഷിയാം കുട്ടിയമ്മ, ആരിരാരോ ഉണ്ണി, ആരു പെറ്റു ആരു പെറ്റാരോ. ഇപ്രകാരമാണ് ഗുരുദേവനുമായുള്ള അനുഭവത്തെക്കുറിച്ച് ഗീതകുമാരി അമ്മ ഇവിടെ പങ്കുവച്ചത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, അടുത്ത ദിവസം മറ്റൊരു ഭക്തയുടെ അനുഭവങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.